സലാർ എന്ന മൂവി ഇതുവരെ കാണാത്തവരാണെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്തോ. കാരണം സിനിമയിലെ കുറച്ച് സീൻസും ആ ഒരു മേക്കിങ്ങും പ്രസന്റേഷനൊക്കെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നുണ്ട്. സിനിമ ഞാൻ 2 പ്രാവശ്യം കണ്ടായിരുന്നു. ഓൾറെഡി ആവറേജ് ആണെന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്തിട്ട് പിന്നെ എന്തിനാ 2 പ്രാവശ്യം കണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഷോ ഞാൻ കാണുന്നത് മലയാളത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സീക്വൻസ് ഒന്നും എനിക്ക് അത്രയ്ക്ക് വർക്കൗട്ട് ആയിട്ടില്ല. സെക്കൻഡ് ടൈം ഞാൻ തമിഴിൽ കണ്ടപ്പോൾ ആ വർക്കൗട്ട് ആയ സീൻസ് പോലും ആ ഒരു ഫ്ലോയിൽ അങ്ങ് സെറ്റായി പോയായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ ഈ മൂവിക്ക് ശരിക്കും എന്താണോ ഉള്ള പ്രോബ്ലം എന്ന് ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി സംസാരിക്കാനുള്ളതാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. സോ സലാർ ഈ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത 2 മൂവീസാണ്. ഒന്ന് ലിയോ ആൻഡ് സലാർ. ലിയോ എന്ന മൂവി വന്നു, റിലീസായി, നമ്മൾ കണ്ടു, സംസാരിച്ചു, അതിനെപ്പറ്റി വീഡിയോസൊക്കെ ചെയ്തു, ഫൈൻ. അതിനുശേഷം അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ എക്സൈറ്റഡും വെയിറ്റിംഗ് ആയിരുന്ന ഒരു മൂവിയാണ് സലാർ എന്ന് പറയുന്നത്. കാരണം ഒറ്റ കാര്യമുള്ളൂ, പ്രശാന്ത് നീൽ. KGF 1 ആൻഡ് KGF 2 എന്ന മൂവീസ് തന്ന തിയേറ്റർ എക്സ്പീരിയൻസും അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ മേക്കിങ്ങും കാര്യങ്ങളും പ്രസന്റേഷനും ഒക്കെ നമുക്ക് ഇന്ന് മനസ്സിൽ നിൽക്കുന്ന ആ ഓരോ സീക്വൻസും അല്ല ഓരോ പഞ്ച് ഡയലോഗ്സും അല്ലെങ്കിൽ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പറയുന്നത്. സോ അങ്ങനത്തെ മൂവീസൊക്കെ തന്ന ഒരു ഡയറക്ടറിൻ്റെ അടുത്ത മൂവി എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പ് എന്ന് പറയുന്നത് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ടോപ്പിൽ തന്നെ പോയി നിൽക്കും. അതിൽ ഒരു സംശയവും വേണ്ട. കാരണം KGF എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രീനെ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഓൾ ഓവർ ഇന്ത്യയെ തന്നെ വലിയ രീതിക്ക് റീച്ച് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇന്ത്യ മാത്രമല്ല ആ ഒരു വേൾഡ് വൈഡ് തന്നെ വലിയ റീച്ച് കിട്ടിയ ഒരു മൂവിയും കൂടിയാണ്. അതും സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിപ്പം നമ്മൾ നോർമലായിട്ട് ഒരു TV-ലോ മൊബൈലിലോ കണ്ടാലും അതിപ്പം തിയേറ്ററിൽ കണ്ടാലും എല്ലാം എക്സ്പീരിയൻസ് കിഡിലുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സലാർ എന്ന മൂവിക്ക് ഇപ്പോൾ ആ ഒരു ട്രെയിലറും കാര്യങ്ങളും ഒന്നും കണ്ടില്ലെങ്കിൽ പോലും ആ ഒരു പ്രശാന്ത് നീൽ, പ്രഭാസ്, പൃഥ്വിരാജ് ആ ഒരു കോംബോ എന്ന മൂവി അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ അങ്ങ് ടോപ്പിലായിരുന്നു മൂവി. ആ ഒരു KGF യൂണിവേഴ്സാണ്, അതാണ് ഇതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ട്രെയിലറും ടീസറൊക്കെ വരുന്നതിന് മുമ്പേ ഒരു വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത മൂവിയാണ്. സോ സിനിമയുടെ ആക്ച്വൽ പ്രോബ്ലം എന്താണ്, അല്ലെങ്കിൽ ശരിക്കും ആ ഒരു മൂവി ഒരു മിക്സഡ് റിവ്യൂസ് ആയിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രശാന്ത് നീൽ എന്ന ഡയറക്ടറിന് ഇങ്ങനത്തെ ഒരു ഔട്ട് വരാനുള്ള റീസൺ എന്താണ്, അല്ലെങ്കിൽ ആ മൂവിയിലെ കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ ശരിക്കുമുള്ള ആക്ച്വൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്രീൻ പ്ലേ. നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, ഈ ഒരു എൻ്റയർ സ്ക്രീൻ പ്ലേ വരുന്നത് ആസ് KGF പോലെയാണ്. അതിൽ ഒരു സംശയം വേണ്ട, ഒരു 90% അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ KGF-ലെ സ്റ്റോറി എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫ് എടുത്ത് നോക്കുവാണെങ്കിൽ റോക്കി ബായുടെ ആ ഒരു ഏരിയയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. പിന്നീടാണ് ആ KGF-ലെ കുറച്ച് പ്രോബ്ലംസ് വരുന്നതും റോക്കി ബായ് അങ്ങോട്ട് പോകുന്നതും ആ ഒരു പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആവുന്നു. അതുപോലെ തന്നെ സലാറിലോട്ട് വരുമ്പോഴും ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് രാജുവേട്ടൻ്റെ ടെറിട്ടറി ആ ഒരു ഏരിയയിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ പിന്നീട് പുറത്തുനിന്ന് പ്രഭാസിനെ വിളിച്ചുകൊണ്ട് വരുന്നതാണ്. അതേപോലെയാണ് KGF എന്ന് പറഞ്ഞത്. സോ അതുപോലത്തെ ഒരു സെയിം സ്ക്രീൻ പ്ലേ വന്നത് ഒരു മേജർ പ്രശ്നമായിരിക്കാം. കാരണം ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു KGF-ൻ്റെയും മേലിൽ, അല്ലെങ്കിൽ KGF-നെക്കാളും വേറെ ലെവൽ ഓഫ് തിയേറ്റർ എക്സ്പീരിയൻസും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും ആ ഒരു വേൾഡ് ബിൽഡും ആ ഒരു പഞ്ച് ഡയലോഗ്സും ആ ഒരു മേക്കിങ്ങും ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. പക്ഷേ സെയിം ആസ് അല്ലെങ്കിൽ KGF-നും താഴെയാണ് ആ ഒരു മൂവി വന്നിട്ടുള്ളത്. കാരണം KGF എന്ന മൂവി ഇപ്പോൾ എടുത്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു രോമാഞ്ചം തരും. ഏതൊരു സീക്വൻസ് ആയാലും, ഇപ്പോൾ പഞ്ച് ഡയലോഗ്സ് ആയാലും ആ ഒരു ആക്ഷൻ സീക്വൻസ് ആയാലും അല്ലെങ്കിൽ എൻ്റയർ മൂവി ആയാലും അല്ലെങ്കിൽ ആ മൂവിയിലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബിൽഡായാലും അല്ലെങ്കിൽ റോക്കി ബായുടെ ഒരു KGF-ൻ്റെ ഒരു വേൾഡ് ബിൽഡ് ആയാലും എല്ലാ കാര്യത്തിലും അത്രമാത്രം കിടിലമായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടായാലും സെക്കൻഡ് പാർട്ടായാലും ആരുടെ നിങ്ങൾ പോയി ചോദിച്ചാലും KGF-ലെ ഒരു സീക്വൻസോ അല്ലെങ്കിൽ ഒരു ഡയലോഗോ അറിയാത്ത ആരും കാണത്തില്ല. കാരണം അത്രമാത്രം റീച്ചോ അല്ലെങ്കിൽ ഫിലിം ലവേഴ്സ് ആയാലും ഓഡിയൻസ് ആയാലും ഏതൊരാൾക്കും ആ മൂവി അത്രമാത്രം ഫേവറേറ്റ് അല്ലെങ്കിൽ ഏതൊരാളുടെയും റീച്ച് ഔട്ടിൽ പോയൊരു മൂവിയും കൂടിയാണ്. അല്ല ഡയലോഗ്സ് ഒക്കെ പറയുന്നത് ഇന്നും മറ്റേ മോൺസ്റ്റർ എന്ന് പറഞ്ഞ ഡയലോഗ് ആയാലും മറ്റേ മിഷൻ കണ്ണു കൊണ്ടുപോകുന്നതായാലും പിന്നെ KGF 1-ലെ ഡയലോഗ്സ് ആയാലും എല്ലാം, അല്ലെങ്കിൽ ഡയലോഗ്സ് അല്ല ഏതൊരു സീൻ എടുത്ത് നോക്കിയാലും അത്രമാത്രം വെടിക്കെട്ട് സീനായിരിക്കും ആ ഒരു 2 പാർട്ടിലും വരുന്നത്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സലാറിൽ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അത് ഏറ്റവും വലിയ നെഗറ്റീവാണ് ഈ ഒരു മൂവിയുടെ. കാരണം അങ്ങനത്തെ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇത്രയും മാത്രം കിടിലം പഞ്ച് ഡയലോഗ്സും ഇത്രയും കിടിലം എക്സിക്യൂഷൻ ഓഫ് സീൻസും കാര്യങ്ങളും ആ വേൾഡ് ബിൽഡും ക്യാരക്ടർ പ്രസന്റേഷൻ ചെയ്ത ആളുടെ കയ്യിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഔട്ട് വരുമ്പോൾ അത് ഭയങ്കര രീതിയിൽ ഫിലിമിനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സലാറാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയാം. കാരണം സലാർ എന്ന മൂവിയിൽ എടുത്തു പറയേണ്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ പഞ്ച് ഡയലോഗ്സും സീനിൻ്റെ എക്സിക്യൂഷനാണ്. സത്യം പറഞ്ഞ ഒരു സീക്വൻസിൽ പോലും ഒരു കിഡിലും പഞ്ച് ഡയലോഗൊന്നും സാധനമില്ല. ഇവർ പഞ്ച് ഡയലോഗ്സ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പലതും ചിരി വരും. അതിലും ഏറ്റവും വലിയ ചിരി വരുന്ന അല്ലെങ്കിൽ തിയേറ്ററിൽ ഒരു മാസ് സീൻ കാണിക്കാൻ പോയിട്ട് തിയേറ്ററിലുള്ള എല്ലാവരും ചിരിച്ചു കൂവണ ഒരു സീൻ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല. അതായത് നമ്മൾ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യത്തില്ലേ, 6 മണിക്കുമ്പോൾ വീട്ടിൽ കയറണം അച്ഛൻ വഴക്കുറയും അമ്മ വഴക്കുറയുന്നു, ആ സെയിം സാധനമാണ് ആ മൂവിയിൽ ഒരു മാസ് സീക്വൻസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയാം അതൊരു മാസ് സീനൊന്നും അല്ലായിരുന്നു, അത് നോർമലായിട്ടുള്ള സീക്വൻസ് ആണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനത്തെ ഒരു മൂവിയിൽ വന്ന ഡയലോഗാണ്. പിന്നീട് ആ ഒരു മറ്റേ പ്ലാസ്റ്റിക് കത്തിയുടെ സീൻ, ആ കേക്ക് മുറിക്കാൻ മുമ്പുള്ള ആ ഒരു സീന് ഫസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രഭാസ് സൈഡിൽ നിൽക്കും, പ്രഭാസിന്റെ അമ്മ അവിടെ നിൽക്കും, 2 ക്ലോസപ്പ് ഷോട്ട്, ആ ഒരു ക്യാമറ ആംഗിൾ, അതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വേറെ എന്തോ ഒരു സീനാണ് സീക്വൻസ് ആണെന്നൊക്കെ വിചാരിച്ചപ്പോൾ പെട്ടെന്ന് വന്ന ആ ഒരു പ്ലാസ്റ്റിക് കത്തി വാങ്ങിയിട്ട് പോകണം എന്തോ. അപ്പോൾ അവിടെ എന്തോ വലിയ കാര്യം ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ വലിയ മാസ് കാണിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടോ, അത് ഭയങ്കര രീതിയിൽ ചീറ്റിപ്പോയതാണ്. ഒരു KGF പോലത്തെ ഒരു സിനിമ ചെയ്ത ഡയറക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഡയലോഗ്സും മറ്റേ മരണമാസ് ഡയലോഗ്സും സീനൊക്കെ എഴുതിയ ഒരാൾ എഴുതിയ സീനാണിത്. പിന്നീട് സത്യം ഞാൻ തല വെട്ടുന്ന സീക്വൻസ് ഇല്ലേ, മറ്റേ പുള്ളിക്കാരുടെ ആ പേര് പറഞ്ഞ ക്യാരക്ടറിന്റെ, അതൊക്കെ
അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ പോയി. കാരണം ആദ്യമൊക്കെ ഓക്കെ ഫൈൻ അടിപൊളിയായിരുന്നു. ഇപ്പം ബാഹുബലി എടുത്ത് നോക്കുവാണെങ്കിൽ ബാഹുബലിയിൽ വെട്ടാനുള്ളത് അവൻ്റെ വിരലിലല്ല തല എന്ന് പറഞ്ഞ് വെട്ടുന്നു, അതൊക്കെ വിഷയം സീൻ. സോ അതൊക്കെ കണ്ടുകൊണ്ട് വന്നിട്ട് ഇപ്പൊ തല വെട്ടിയാലും ഒന്നുമില്ല, എന്ത് വെട്ടിയാലും ഒന്നുമില്ല, നോക്കിക്കൊണ്ടിരിക്കാന്നേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നീട് വേറൊരു മാസ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയൊരു സീനുണ്ട്. മറ്റേ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോൾ വർക്ക്ഷോപ്പിലോട്ട് വരുമ്പോൾ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഒരു തുണി ഇങ്ങനെ പൊക്കിയുമ്പോൾ പെട്ടെന്ന് പ്രഭാസ് വരുമ്പോൾ അയാൾ ഒന്ന് അടയ്ക്കാൻ അതിൻ്റെ അകത്ത് ഗണ്ണിരിക്കുന്നത്, അതായത് ഗണ്ണ് അവിടെ ഇരിക്കുവാണ്. അപ്പോൾ പ്രഭാസ് ഇത്ര കിടിലമാണ് അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇത്ര വലിയ സീനാണ് എന്ന് കാണിക്കാൻ ഉദ്ദേശമല്ല, ചുമ്മാ കാണിക്കുന്നത്. പക്ഷെ അതൊന്നും ഒരു ഫീല് വരുന്നില്ല അവിടെയൊന്നും. സോ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ മൂവിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്നാണ് വേണമെങ്കിൽ പറയാം. പിന്നീട് എക്സിക്യൂഷൻ ഒന്നുമില്ല. ആ ഒരു വേൾഡ് ബിൽഡോ അല്ലെങ്കിൽ ക്യാരക്ടർ പ്രസന്റേഷനോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ എൻ്റയർ മൂവിയിൽ ഒക്കെ ഒരു നൈസായിട്ട് പോയി 2-3 ക്യാരക്ടേഴ്സ് ഉള്ളു. ഇപ്പം പ്രഭാസിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ സത്യം പറയാം. കാരണം ഇതിനുമ്പോൾ റിലീസായ 3 മാലപ്പടക്കം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എത്രയോ ഭേദം, എത്രയോ അടിപൊളി. ഒരു പ്രഭാസ് ഒരു പക്ക ഒരു ഡൈനോസർ അല്ലെങ്കിൽ ആ ഒരു മാസ് സീനൊക്കെ തന്നെ, കാരണം ബോഡി ലാംഗ്വേജ് ആയാലും ആ ഒരു പ്രസന്റേഷനൊക്കെ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. പിന്നെ രാജുവേട്ടനായാലും പിന്നീട് ആ മൂവിയിൽ വന്ന കുറച്ച് ക്യാരക്ടേഴ്സ്, ആ ഒരു ഫീമെയിലിൻ്റെ ക്യാരക്ടർ ഉണ്ട്, എനിക്ക് പുള്ളിക്കാരുടെ പേര് അറിയത്തില്ല. പക്ഷെ പണ്ട് വിശാലിൻ്റെ ഒരു മൂവിയിലുണ്ടായിരുന്നു, അതിൻ്റെ മൂവിയുടെ പേരും പറഞ്ഞു, അതും കിടിലൻ ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരുടെ. അങ്ങനത്തെ കുറേ നൈസ് ക്യാരക്ടേഴ്സ് മൂവിലുണ്ടെങ്കിലും പക്ഷെ അത്രമാത്രം പോരാ. ഈ കുറച്ച് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ പ്രസന്റേഷനൊക്കെ ബെറ്റർ ആയെന്നും പറഞ്ഞ ആ ഒരു എൻ്റയർ മൂവിയിൽ ബാക്കിയെല്ലാം ഓക്കെ ആവണമെന്നില്ല. കാരണം ഇത്രയും വലിയ, അതായത് KGF-നേക്കാളും വലിയൊരു വേൾഡ് ബിൽഡുള്ള ഒരു സ്ഥലമാണ് കാൻസാർ എന്ന് പറയുന്നത്. അത്ര വലിയ വേൾഡ് ബിൽഡും അല്ലെങ്കിൽ ആ ഒരു സിനിമ കാണിക്കുക തന്നെ ആ ഒരു വേൾഡിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരുപാട് ക്ലാൻസും അവർ തമ്മിലുള്ള ഫൈറ്റും പൊളിറ്റിക്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്റ്റോറീസും, അല്ലെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സും സ്റ്റോറീസും ഒക്കെ പോകുന്നുണ്ട്. ഇപ്പം രാജുവേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, പ്രശാന്ത് നീലിന്റെ റൂമിൽ പോകുമ്പോൾ ഇങ്ങനെ ആ ഒരു കാൻസാറിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സും ക്ലാൻസും ഒരു വലിയൊരു 2 പാർട്ടോ 3 പാർട്ടോ 5 പാർട്ടൊക്കെ സിനിമ ചെയ്യാൻ പറ്റുന്ന സാധനത്തെയാണ് പുള്ളിക്കാരൻ ട്രിം ചെയ്ത് ഇങ്ങനെ ആക്കിയെന്ന് പറയുന്നുണ്ട്. സോ അത്രയും വലിയൊരു എക്സ്പാൻഷനുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു ക്യാരക്ടർ ബിൽഡും അത്ര വലിയൊരു വേൾഡ് ബിൽഡൊക്കെ ഉള്ള സ്റ്റോറീനെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് 2.5 മണിക്കൂർ ആക്കിയിട്ട് 2 പാർട്ട് മൂവിയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആസ് എ ഓഡിയൻസ് നോക്കുവാണെങ്കിൽ പ്രശാന്ത് നീലിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ, ചിലപ്പോൾ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, ചിലപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയിൽ ജസ്റ്റ് പാസ് ചെയ്ത ഒരു ക്യാരക്ടറിനെ കുറിച്ച് പോലും പ്രശാന്ത് നീൽ വേറെ ലെവലിൽ സ്ക്രീൻ പ്ലേ എഴുതി കാണും, അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷനിൽ എഴുതി വെച്ച് കാണും. അപ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു കാര്യത്തിനെ കണക്ട് ചെയ്ത് പോകുന്ന ബാക്കി കാര്യങ്ങളൊക്കെ കട്ടാവും. സോ അത്രയും വലിയൊരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വേൾഡ് ബിൽഡിനെ ട്രിം ചെയ്ത് 2.5 മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് ടൈമിൽ നമ്മളെ കാണിക്കാൻ കൊണ്ടുവന്നതും വലിയൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ ഇപ്പം ആ കാൻസാർ എന്ന സ്ഥലം പോലും പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല, കുറച്ച് ഷോർട്സിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നതല്ലാതെ ആ ഒരു മെയിനായിട്ട് 2-3 ക്ലാനെ കാണിക്കുന്നുണ്ട്. ആ ക്ലാനിലെ ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ ഡീറ്റെയിൽസും അല്ലാതെ ഒന്നുപോലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നിങ്ങൾ ആ സിനിമ ഒന്നുകൂടി കാണുമ്പോൾ മനസ്സിലാവും. അത് സെക്കൻഡ് പാർട്ടിൽ പറയുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും ഫസ്റ്റ് പാർട്ടിൽ പറയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് ട്രിം ചെയ്തായിരിക്കും ഈ ഫസ്റ്റ് പാർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു ഫീൽ വരും. കാരണം നിങ്ങൾ ചില ക്യാരക്ടേഴ്സിനൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് എനിക്ക് വലിയ നെഗറ്റീവായിട്ട് തോന്നിയത് ഈ ഒരു സിനിമയിലെ പ്രസന്റേഷനാണ്. കാരണം നമ്മൾ KGF-ൽ കണ്ടതുപോലത്തെ അല്ല, അല്ലെങ്കിൽ ആ ഒരു ഏരിയ പോലും വരാത്ത രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു. ചുമ്മാ വലിച്ചു നീട്ടി പല കാര്യങ്ങളും, ഇപ്പം രാജുവേട്ടൻ വരുന്ന സീനായാലും പ്രഭാസ് വരുന്ന സീനായാലും പോലും, അല്ലെങ്കിൽ ചുമ്മാ ബിൽഡപ്പ് മാത്രമല്ല, അത് വേറെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ആ സിനിമ സ്റ്റാർട്ട് ചെയ്ത് അവസാനം വരെ നോക്കിയാൽ ആ ഒരു പ്രസന്റേഷനിൽ നമുക്ക് ആ ഒരു ബിൽഡപ്പ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ അവസാനം വരുമ്പോൾ ഉള്ള സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ആ ക്ലാൻസിനെ കുറിച്ച് സംസാരിക്കുന്നതും അല്ലാതെ ബാക്കി എല്ലാം ജസ്റ്റ് ഒരു ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഒരു ക്യാരക്ടർ മറ്റുള്ളവനെ ബിൽഡപ്പ് ചെയ്യും, മറ്റേ വേറൊരുത്തന്നെ ബിൽഡപ്പ് ചെയ്യും, ഇല്ലെങ്കിൽ ഇവർ 3 പേരും കൂടി കസേരയിട്ട് വേറൊരുത്തന്നെ ബിൽഡപ്പ് ചെയ്യും. സിനിമ ഫുള്ളും അങ്ങനെയാണ്. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു ഫസ്റ്റ് പ്രഭാസിനെ പൊക്കി പറയാൻ തന്നെ ആ സ്കൂളിലെ സെക്യൂരിറ്റി കുറേ നേരം തള്ളും, പിന്നീട് മറ്റേ ശ്രുതിഹാസനെ കൊണ്ടുവരുന്ന അയാൾ പിന്നെ കുറേ തള്ളും, അയാൾ തള്ളിയില്ലെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറയുന്നതാണ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വരുന്നവന് പോണവന് പിന്നെ ഇയാളെ ട്രേസ് ചെയ്യുന്ന ആ സ്കൂളിലെ സെക്യൂരിറ്റി കുറേ നേരം തള്ളും, പിന്നീട് മറ്റേ ശ്രുതിഹാസനെ കൊണ്ടുവരുന്ന അയാൾ പിന്നെ കുറേ തള്ളും, അയാൾ തള്ളിയില്ലെങ്കിൽ പോലും ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറയുന്നതാണ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ വരുന്നവന് പോണവന് പിന്നെ ഇയാളെ ട്രേസ് ചെയ്യുന്ന, പിന്നെ പ്രഭാസിനെ ക്യാരക്ടറിനെ ട്രേസ് ചെയ്യുന്ന കുറേ പേരുണ്ട്, അവന്മാർ തള്ളും. തള്ളലോടെ തള്ളത്, അത് ബിൽഡപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രഭാസിനെ മാറ്റി നിർത്തും, പിന്നെ അടുത്ത കുറേ പേര് ഇവന്മാർ സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് സിനിമയിലെ മിക്ക ക്യാരക്ടേഴ്സിൻ്റെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതായത് കാര്യമൊന്നുമില്ല, ചുമ്മാ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇന്ന ക്യാരക്ടേഴ്സ് ഇന്ന സിനിമയിലുണ്ട്, സോ അതുകൊണ്ട് ആ 2.5 മണിക്കൂർ ഫില്ല് ചെയ്യണം, അവരിരിക്കട്ടെ എന്ന രീതിയിലാണ്. ഇപ്പോൾ രാജുവേട്ടനെയും പ്രഭാസിനെയും അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്യാരക്ടേഴ്സിനെ മാറ്റി നിർത്തിയാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്കിടയ്ക്ക് പോകും, വന്നാൽ തന്നെ മറ്റുള്ളവനെ ബിൽഡപ്പ് ചെയ്യും, അല്ലെങ്കിൽ അവനെ തന്നെ സ്വന്തമായിട്ട് ബിൽഡപ്പ് ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സും വരുന്നത്.
പറയുന്നത്. പിന്നീടുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ KGF 1 ആൻഡ് KGF 2 ഇപ്പോഴും നമ്മൾ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സലാർ വന്നപ്പോൾ പോലും സലാറിനെ KGF-നെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇനി ഏതൊരു മൂവി വന്നാലും സലാറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. സോ കാരണം അങ്ങനത്തെ ഒരു മൂവി നമ്മുടെ മനസ്സിലൊക്കെ ഓൾറെഡി രജിസ്റ്റർ ആയി കഴിഞ്ഞു. ആ ഒരു മൂവിയുടെ പഞ്ച് ഡയലോഗ്, ആ ഒരു മൂവിയുടെ ആക്ഷൻ സീക്വൻസ് ആയാലും സ്ക്രീൻ പ്രസന്റേഷൻ ആയാലും പഞ്ച് ഡയലോഗ്സ് ആയാലും എന്തും. സോ അതുപോലത്തെ ഒന്നുപോലും സിനിമയിലില്ല. അല്ലെങ്കിൽ എവിടെയും പോലും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് പോലും നമ്മളിങ്ങനെ പറയുന്നതായിട്ട് ഒന്നും തന്നെ സിനിമയിലില്ല. സോ KGF-ലെ ഏതെങ്കിലും ഒരു ഡയലോഗിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഞ്ച് ഡയലോഗ് ഈ ഒരു സിനിമയിൽ എവിടെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ 2 ലാംഗ്വേജിൽ സിനിമ കണ്ടു. എന്നിട്ട് പോലും ചില സീക്വൻസ് ഒക്കെ ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു ഫ്ലോയിൽ അങ്ങ് കണ്ടുപോകുന്നതല്ലാതെ അത്ര മറ്റേ ഗൂസ് ബംസ് അടിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഞാൻ വെറുത്തതാണ് ചില സീക്വൻസ് ഒക്കെ. ഒരുമാതിരി എന്തും നാടകമില്ല. നമ്മൾ ഈ തട്ടേ കയറി നാടകം പറയുന്ന പോലെയാണ് ഡയലോഗ്സ് ഒക്കെ മറ്റേ അച്ചടി ഭാഷ പഠിച്ചു വെച്ച് പറയുന്ന പോലെയായിരുന്നു പല സീക്വൻസും. എന്നിട്ട് തമിഴ് പോയി കണ്ടപ്പോൾ ആ വെറുത്ത സീക്വൻസ് ഒക്കെ കുറച്ച് നൈസ് ആയിരുന്നു അതിൽ. പക്ഷേ എന്നിട്ടും ആ തമിഴിൽ പോലും ഗൂസ് ബംസ് വരാനോ അല്ലെങ്കിൽ തമിഴിൽ പോലും ആ ഒരു വെടിക്കെട്ടൊക്കെ ഇന്ന ഡയലോഗ് പൊളിയാണെന്ന് പറയാൻ എനിക്ക് എവിടെയും ഫീൽ ആയിട്ടില്ല. എൻ്റെ ഒരു മൂവിൽ എനിക്ക് ഫീൽ ആയിട്ടില്ല. പഞ്ച് ഡയലോഗ് എന്ന പേരിൽ അവർ കുറേയൊക്കെ പറയുന്നുണ്ട്. എവിടെയൊക്കെ അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്കൊന്നും അങ്ങനെ ഒന്നും ഫീൽ പോലും ആവത്തില്ല. അല്ലെങ്കിൽ അവിടെ പറയുന്ന ഒരു പഞ്ച് ഡയലോഗ് ആണെന്ന് പോലും ഒരു എന്താ പറയുക, ഒരു ഫീലും ഇല്ലാതെ നമ്മളിങ്ങനെ ജസ്റ്റ് ഓക്കെ കൊള്ളാം നല്ല സീൻ അങ്ങനെ കണ്ടിരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയുകയാണെങ്കിൽ ആ ഒരു മൂവിയുടെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ആ ഒരു ക്ലാൻ പറയുന്നത് പ്രഭാസ് ഏത് ക്ലാനാണ്, അല്ലെങ്കിൽ ആ ക്ലാൻ്റെ ബാക്കിയുള്ള കഥകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എങ്ങനെയാണ് സെക്കൻഡിനെ കണക്ട് ചെയ്യുന്നതായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു പ്രഭാസിന് എന്തെങ്കിലും കണക്ഷൻ കാണും. കാരണം ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാളാണ്, കാൻസാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ജനിച്ച് വളർന്നൊക്കെ. അപ്പം എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒരു ക്ലാനുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോറി കാണുമെന്ന് മനസ്സിലുണ്ടായിരുന്നു. സോ അത് ഇങ്ങനത്തെ ഒരു ക്ലാനുമായിട്ടാണെന്നൊന്നും ഒട്ടും വിചാരിച്ചില്ല. സോ ആ ഒരു ക്ലൈമാക്സ് പോർഷൻസും എൻഡ് ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അതൊക്കെ നൈസ് ആയിരുന്നു. അതല്ല വേറെ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറേ ട്രോളൊക്കെ കണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇൻട്രോൾ സീക്വൻസ് ഒക്കെ പറയുന്നത് മാരൊക്കെ സീനാണെന്നൊക്കെ. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്തായാലും ഇരുന്ന് കാണുന്നതല്ല, കണ്ടു തീർക്കുക അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. അവിടെ ഒരു തരത്തിൽ മാസ് ഈ സീൽ ഇവരാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിനകത്തിരുന്ന് ഒരുത്തം ഇങ്ങനെ ഞെട്ടിത്തിരിച്ച് ബാക്കിലോട്ട് പോകുന്നു. അതിലും ഏറ്റവും വലിയ സീൻ എന്ന് പറഞ്ഞാൽ പ്രഭാസിനെ ഇരിക്കുന്ന ഏതൊരു പിസ്റ്റലോ ഷോട്ട് ഗണ്ണോ അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഗണ്ണാണ് ആ സീക്വൻസിൽ ഇരിക്കുന്നത്. ലോജിക്ക് ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും പറഞ്ഞു പോകണേ, ഒരുത്തൻ സ്നൈപ്പർ വെച്ചിട്ട് അപ്പുറത്തേക്കും അവൻ ഈ പ്രഭാസിനെ കാണുമ്പോൾ പേടിച്ചിട്ട് സ്നൈപ്പർ ഇട്ടിട്ട് അവൻ ഓടിപ്പോവും. അതൊക്കെ എങ്ങനെയാ മാസമാവുന്നത്? അത് ഓക്കെ ലോജിക്ക് ചിന്തിക്കാൻ പാടില്ല, ഞാൻ ലോജിക്കായിട്ട് പറയുന്നില്ല. എന്നാലും സലാർ എന്ന മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മൂവി എന്തായിരുന്നു എക്സ്പീരിയൻസ് എന്നുള്ളത് ഷെയർ ചെയ്യൂ. നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് കണ്ടത്, അല്ലെങ്കിൽ മലയാളമാണോ തമിഴാണോ, ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഫീൽ എന്നുള്ളതും കൂടി പറയൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.